Guys, ഈ ഗോൾഡൻ കിനാരയിലാണ് നമ്മൾ ആക്ച്വലി ഫുഡ് കഴിക്കാൻ പോകുന്നത്. ദിസ് ഇസ് ലൈക്ക് സോ എക്സ്പെൻസീവ് ആൻഡ് സോ ലക്ഷൂറിയസ്. കാണുന്നതാണ് പഞ്ചാബ് സ്ട്രിക്ട്ലി പാരന്റ്സ് റെസ്ട്രിക്ഷൻ. 18 വയസ്സ് താഴെ ആൾക്കാരെ കാണരുത്. ഷോപ്പിംഗും ചെയ്യാം, പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല വൈബ് ആക്ച്വലി. പുലിമടയിലേക്ക് സ്വാഗതം. ഇതാണ് മീഡിയം ടൈഗർ, വാല്, ഈശ. ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ടു ആര്യസ് കോപ്പൈൻസ്. അപ്പോൾ ഗൈസ് ഇന്ന് ഡേ 2 ആണ് ഇൻ തായ്ലൻഡ്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് പരിപാടികൾ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. രാവിലെ നമ്മൾ ഉറക്കണിച്ചപ്പോൾ ലേറ്റ് ആയിപ്പോ അല്ലേ? അത് കണ്ണാ സ്ഥിരം നല്ലതായിട്ട് ലേറ്റ് ആയി. അവിടെ 1 മണിക്കൂറും കൂടെ 1 മണിക്കൂർ ഇല്ല ഇനിയിപ്പോൾ ഫുഡിന്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങാൻ പോവാണ്. ഞാൻ ബാഗ് എടുക്കണ്ട. ഓക്കെ, ഫോൺ മാത്രം മതിയല്ലോ. എൻ്റെ ഫോൺ അവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ പേര് ഞാൻ മറന്നു ഗൈസ്, അത് ഞാൻ പറഞ്ഞുതരാം. ആ ഹോട്ടലിൽ തന്നെ നമുക്ക് കോംപ്ലിമെന്ററി ബഫേ ഫുഡ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഇവിടെ എല്ലാത്തിനും ഒടുക്കത്തെ റേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫുഡ് നന്നായിട്ട് നമുക്ക് മുതലെടുക്കണം. അപ്പം ആദ്യം ഫുഡ് കഴിക്കാൻ പോകും, എന്നിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, Days go by, shadows remain. Every moment feels the same. Emotional storms, they rage within. A plea for us to start again. Though the tears fall. അടിപൊളി ഫുഡ് കേട്ടോ, നല്ല ഇഷ്ടപ്പെട്ടു. കുറച്ച് എടുത്തുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെ ഈ സാധനം, ഫ്രൈഡ് ചിക്കൻ സോസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. മഴയും ഫ്രൈഡ് ചിക്കനും കൂടി തന്നെ കട്ട് ചെയ്ത് ഇട്ടേക്കുന്നത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. സോ ഗൈസ്, നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഗൈഡ് വന്നിട്ടുണ്ട്. ആൻഡ് അവർ വർക്കിൽ ഇസ് വെയിറ്റിംഗ്. സോ വി ആർ ഗോയിങ്. ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, എന്തൊക്കെയാണ് എപ്പോഴേക്കാന്നൊക്കെ. How do you say thank you in Thai? ขอบคุณค่ะ ขอบคุณครับ Kapun ka. Kapun ka. ขอบคุณครับ Kapun ka. for lady ขอบคุณค่ะ ഗൈസ്, നമ്മുടെ ഗൈഡിന്റെ പേര് മേ. അപ്പത്തേക്ക് മോന് പറഞ്ഞു ദിസ് ഇസ് മോ ആൻഡ് ദിസ് ഇസ് മാലു, സോ ഐ എം മാ. മോ മാ മേ കൂടെ പോവാ. മോ മാ മേ. സോ മോ മാ മേ ആക്ച്വലി ആദ്യം പോവാൻ പോകുന്നത് ടൈഗർ കിങ്ഡം അല്ലേ? ഓക്കെ, ടൈഗർ കിങ്ഡം ആണ്. എനിക്ക് ഏറ്റവും പേടിയും ഈ മനുഷ്യന് ഏറ്റവും ഇഷ്ടം ഉള്ളതുമാണ് ടൈഗർ. സോ അവിടെ പോവും, നമ്മൾ ലൈവ് ടൈഗറുമായിട്ട് ഫോട്ടോസ് എടുക്കും. സ്റ്റാച്ചു അല്ല ഗൈസ്, ലൈവ് ടൈഗർ. എന്താന്ന് പറഞ്ഞൂടാ, എനിക്കല്ലേ പേടി, ഇതെന്താകുന്നു പേടിച്ചോടുന്നു എന്റെ പേടി. പൂലിയെ വിളക്കുണ്ട് ഓടി. സോ ഗൈസ്, നമ്മൾ ഓൺ ദ വേ ആണ്. പിന്നെ ചാർട്ട് ചെയ്ത് അതേ ടൈമിംഗ് ഒന്നും അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത് കൊണ്ട് നമ്മൾ ഓൺ ദ വേ അപ്ഡേറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പൊ നമ്മളിപ്പം വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന റൂട്ട് അനുസരിച്ചിട്ടാണ് അവരൊന്ന്. അതെ 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 അതെ. ടൈഗർ കിങ്ഡം അവസാനമായിരുന്ന ദിവസം, അവസാനമല്ല, ഒരു ആഫ്റ്റർനൂൺ പോലത്തെ ഒരു സംഭവമായിരുന്നു. നമ്മൾ രണ്ടുപേരും കാണാൻ കോമഡി ആയിട്ടുണ്ട്. രണ്ടാമത്തത് ഇന്നത്തെ അത്രയ്ക്കും നല്ലല്ലോ, ഉച്ച കഴിയുമ്പോൾ എന്തായാലും മഴ കാണുന്നുണ്ടെന്ന്. അപ്പൊ അങ്ങനെ നോക്കുമ്പം അവരിന്ന് രാവിലത്തേക്ക് ആക്കിയതിൽ നല്ലതാണ് നമുക്ക്. Please come back, lend my heart. Without you, I'm falling apart. Loneliness cuts so deep. ഇതേ പുലി കിടക്കുന്നുണ്ടോ എവിടെ? ആ യെസ്. ഓക്കെ, യെസ്, I'll wait here. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ബോൺ ടൈഗറിനെ കാണാൻ പോവാണ്. ന്യൂ ബോൺ ടൈഗറിന്റെ കൂടെ നമുക്ക് 10 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാം. ഫോട്ടോ. ഇതാണ് ആക്ച്വലി മീഡിയം 1. ഇതിൻ്റെ കൂടെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കയറും. പക്ഷെ ന്യൂ ബോൺ നമ്മുടെ ചാർട്ടിലില്ല, നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്ത് എടുക്കുന്നതാണ്. ഷ്മുഹാൻ, are you excited? എടാ പോടാ.
ഓ നോക്കടാ, ഓ ക്യൂട്ടാ. ഒന്നും കടിക്കത്തില്ലായിരിക്കും അല്ലേ? നടക്കുന്നു നോക്കത്. നീ ഇത് കയറിക്കോ. വേണ്ട, നീ ഇത് കയറിക്കോ. നോ. അടുത്തിട്ടോ? നിനക്ക് ഇഷ്ടപ്പെടും. നോടാ. വെരി നൈസ്. വെരി നൈസ്. ഇനി നമ്മള് വീട്ടിൽ കൊണ്ടുവന്നു. ഓ പുലി നമ്മളോട് പറയും. അതന്നെ സത്യം. നമ്മൾ ആക്ച്വലി ഇത് മീഡിയം ആണ്. ഇത് കണ്ടിട്ട് എനിക്ക് ബിഗ് ആയിട്ടൊക്കെ തോന്നി, പക്ഷെ ഇതിനെക്കാട്ടിലും വലുതുണ്ട് വേറെ. ഇനി നമ്മൾ ഇതിനെ തൊടാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് കയറാൻ പോവാണ്. നല്ല സ്മെല്ലുണ്ട്. എനിക്കാണെങ്കിൽ ഈ ഊള സ്മെല്ല് ഇഷ്ടമേ അല്ല. ഇവന്റെ ദേഹത്തൊക്കെ കയറി തോന്നുന്നു, അവിടെ എവിടെയൊക്കെ പിടിക്കാൻ തൊടുകയൊക്കെ. ആ ഇവനെ നക്കിയത്, ഇവന്റെ കയ്യിലൊക്കെ നക്കിയെന്ന്. അടിമുടി കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും. അയ്യോ താങ്ക് യു ഗൈസ്. നമ്മൾ കയറുവാ. ഹായ് അമ്മച്ചി. Together we can survive. Kacing. Come on. Welcome. Hi. Kids. Nights, memories collide. Wishing you were here by my side. വീണ്ടും പുലിമടയിലേക്ക് സ്വാഗതം. ഇതാണ് മീഡിയം ടൈഗർ. ഫൈനലി ഞാൻ ടൈഗറിന്റെ അടുത്ത് നിൽക്കുവാണ്. ഞങ്ങൾ തൊട്ടു, നിങ്ങൾ കുറെ വീഡിയോസ് എടുത്തു, നിങ്ങൾ കണ്ടാണല്ലോ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം തന്നെ നല്ല രസമാണ്. സത്യം എന്റെ വീട്ടുകാരൊക്കെ ഇത് കാണുമ്പോ നീ തന്നെയാണോ ഇത്? എന്നിട്ട് നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്യാം. എത്ര കിലോ നമ്മുടെ കോഴി ലെഗ് പീസ് പോലെ അല്ലേ? അതെ ഇതിന്റെ വാലൊക്കെ ആക്ച്വലി നല്ല വെയിറ്റ്. വാല് പിടിക്കാനൊക്കെ വാല് ഇങ്ങനെ കാക്കും. Female. Oh, tiger. it's a female. 2.5 years, right? Kata. Her name Kata. Okay, like fine. Name like beach in Oh. Phuket. Okay, fine. Niva, thank you so much, okay? Really a great experience. Thank you. Bye-bye. വേറെ ടൈഗർ. ഞാൻ കണ്ടു. This is a male one? This one naughty. Oh. Okay. Guys, ഇത് ആക്ച്വലി ട്വിൻ ചീത്ത ആണ് കേട്ടോ. രണ്ടെണ്ണം ഉണ്ട് അകത്ത്. ഇത് ആക്ച്വലി വലുതാ, പക്ഷെ നമ്മുടെ അടുത്ത് മീഡിയം. ഇത് വലുതല്ലേ? ആ ആഹാ. അടുത്തതാണ് വൈറ്റ് ടൈഗർ. വൈറ്റ് ടൈഗർ അല്ലേ? ആ കാണുന്നതാണ് വൈറ്റ് ടൈഗർ. ഓക്കെ. ഈ കിടക്കുന്നതാണ് ഗൈസ്. സുഖനിദ്ര. ശുഭനിദ്ര. അപ്പൊ നമ്മളിനി പതുക്കെ ഇവിടെ നിന്ന് ലയൺ കിങ്ഡം ടൈഗർ കിങ്ഡം ചലിക്കാണ് കേട്ടോ. ഇനി അടുത്ത ഏതാണ് ഡെസ്റ്റിനേഷൻ അറിയത്തില്ല. ടൈഗർ അറിയില്ല. എന്നെ കൊണ്ടൊന്നും പറയിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിനി പുറത്തു പോവാണ്. നമ്മുടെ ഗൈഡിന്റെ പേര് മേ ഈസ് വെയിറ്റിംഗ് ദയർ. അതെ, മേ. അപ്പൊ നമുക്ക് പുള്ളിക്കാരനെ കണ്ടുപിടിക്കാൻ. നെക്സ്റ്റ് നമ്മൾ വന്ന മങ്കി ഷോ കാണാൻ വേണ്ടി ഫുക്കട്ടില്. പോടാ. Days go by, shadows remain. Every moment feels the same. Emotional stores, they reach within. നമ്മൾ ആക്ച്വലി ഓൾഡ് ടൗണിൽ വന്നിരിക്കുവാണ്. ഇവിടെ ആക്ച്വലി ഷോപ്പിങ്ങും ചെയ്യാം, പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. ഓ, കമ്മലൊക്കെ ഭയങ്കര. ഇവിടെ കുറച്ച് ഈ മാച്ചിങ് ഡ്രസ്സൊക്കെ കണ്ടേ, ഭയങ്കര രസമുണ്ട്. അതെ. ഇതേ പാനിപ്പൂരി. ഇവിടെ ആക്ച്വലി ഏറ്റവും വിലക്കുറവ് പാനിപ്പൂരിക്കാന്ന് തോന്നുന്നു. ആ ബ്ലാക്ക് ഷർട്ടും കൊള്ളാം. 280 and 250. മാച്ചിങ് യാ.
അത് മാച്ചിങ്. Broken pieces scattered and torn. In this pain I feel. സോ ഗൈസ്, നമ്മൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇവിടുത്തെ ടെമ്പിളാണ് കേട്ടോ, അമ്പലത്തിലാണ്. ഇവിടുത്തെ തായ്ലാൻഡിലെ അമ്പലം എന്ന് പറയുമ്പോൾ ഇവരുടെ ആർക്കിടെക്ചറാണ് സത്യത്തിൽ കാണേണ്ടത്. നല്ല രസമാണ് കാണാൻ. I don't know whether you guys can see or not because I'm not able to see anything. Mr. Husband? സിംഗപ്പൂരിൽ ഒരു ഫേമസ് ടെമ്പിൾ ഉണ്ട്, റിലിക് ടെമ്പിൾ. അതായത് തന്റെ ശരിക്കുള്ള പല്ല് സിംഗപ്പൂരിൽ ചൈനടൗണിലെ ടെമ്പിൾ ഉണ്ട്. അത് മാസീവ് ആണ്. അത് 4-5 നിലയൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. ബോയ്സ്, നമ്മൾ വീണ്ടും എത്തിപ്പറ്റി. ഈ കാണുന്നതാണ് പഞ്ചാബ്. സ്ട്രിക്ട്ലി പാരന്റ്സ് റെസ്ട്രിക്ഷൻ. 18 വയസ്സ് താഴെ ആൾക്കാരെ കാണരുത്. ഉറപ്പാണോ കഞ്ചാവന്ന്? കഞ്ചാവ് അമ്പലത്തിലൊക്കെ വെക്കുമല്ലേ ഇപ്പം? ഇവിടെ പിന്നെ ലീഗലായതുകൊണ്ട് അറിയത്തില്ല ഗൈസ്, ആണെന്ന് തോന്നുന്നു. ഗൈസ്, ദിസ് ഇസ് ബുദ്ധ ടെമ്പിൾ. ദർ ആർ ലോട്ട് ഓഫ് ബുദ്ധ സ്റ്റാച്യൂസ് ഹിയർ. സോ ഗൈസ്, ആക്ച്വലി ഇതാണ് യഥാർത്ഥ ബുദ്ധൻ്റെ വിഗ്രഹം. സോ ഗൈസ്, നമ്മൾ ഇനി ആക്ച്വലി കാണാൻ പോകുന്നത് ഡോൾഫിൻ ഷോ ആണ് കേട്ടോ. ഡോൾഫിൻ്റെ ഷോ ആണ്. അതിൻ്റെ ഇതിനടുത്ത് തന്നെ ക്രൊക്കഡൈൽ ഷോയും ഉണ്ട്. അത് കാണുമെന്ന് തോന്നില്ല. എല്ലാം കൂടെ കാണണ്ട എന്ന് ഞാൻ പറഞ്ഞു. എല്ലാം കൂടെ കാണുന്നില്ല, വെറുതെ കുറേ പൈസ കളയും. അതിനുശേഷം നമ്മൾ ആക്ച്വലി റൂമിൽ പോകും. റൂമിൽ പോയി ജസ്റ്റ് റെസ്റ്റ് എടുത്ത് ഫോണെല്ലാം ചാർജൊക്കെ ചെയ്തതിന് ശേഷം 6 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ അടുത്ത് എന്തോ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണ്. ഷോയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിൽ പോയി അവിടെ നിന്ന് തന്നെ റെസ്റ്റോറൻറ്റിൽ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം സുഖമായിട്ട് കിടന്നൊന്നുറങ്ങി. ഇവിടുത്തെ ഫുഡിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. സോ അത് നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ച് റൂമിൽ പോയി. നല്ല ഉറക്കമായിരുന്നു. എൻ്റെ ഉറക്കക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. നല്ല ഉറക്കം കഴിഞ്ഞ് നമ്മളിപ്പോൾ പിന്നെയും തിരിച്ചിരിക്കുകയാണ്. എവിടെയാണ് മോൻഷയുടെ പോകുന്നത്? ഫാന്റസി ഷോയ്ക്ക് പോവാണ്. ഫാന്റസി ഷോ കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നറും ഉണ്ട് അവിടെ. അതും കൂടെ കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ തിരിച്ചു വരാം. ഫാന്റസി ഷോ എന്ന് പറയുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഫോട്ടോസ് ഒക്കെ കണ്ടായിരുന്നു. നല്ല കളർഫുള്ളാണ്. നമ്മളിവിടെ എത്തി. നല്ല രസമുണ്ട്. ഒത്തിരി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ നൈസ് അല്ലേ? So elegant, just looking like a wow. പൊരിച്ച് അടിക്കാൻ തോന്നുന്നല്ലേ? എന്ത് വൃത്തിട്ടവനാണോ നീ?
ഞാൻ കഴിച്ചിട്ടില്ല മുഷി. നല്ല ഗുണ്ടമണി മീനല്ലേ, നല്ല ഉരുണ്ട മീനാണ് ഗൈസ്. അത് ശരിയാ. ഇവിടെ കറുത്ത വേറെ കുറെ മീനുണ്ട്, ഞാൻ ഇപ്പഴാ കാണുന്നത്. കുറെ ഉണ്ട് ആക്ച്വലി. സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ്. ജസ്റ്റ് ഫാന്റസി ഷോ ആഴ്ചയിൽ 3 ദിവസമേ ഉള്ളൂ. ചൊവ്വ, വ്യാഴം, വെള്ളി, അങ്ങനെ 3 ദിവസമേ ഉള്ളൂ ഫാന്റസി ഷോ. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു സ്പെഷ്യൽ ഷോ നടക്കുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ സ്റ്റേജ് 1 നിൽക്കുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട് സ്പെഷ്യൽ ഷോ 7:45 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് ഞങ്ങൾ. മെയിൻ ഷോ മെയിൻ തിയേറ്ററിൽ 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പാടില്ല മെയിൻ ഷോൻ്റെ. അതല്ലാതെ ഇതിലൊക്കെ ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ പറ്റും. സോ ഇവിടെ വരുവാണെങ്കിൽ ഫോക്കറ്റിൽ ഡു ട്രൈ. ഇതിന് 3 ദിവസമുള്ള ആഴ്ചയിൽ സോഫ. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം വരാൻ. ഗൈസ്, ഈ ഗോൾഡൻ കിനാരയിലാണ് നമ്മൾ ആക്ച്വലി ഫുഡ് കഴിക്കാൻ പോകുന്നത്. ദിസ് ഇസ് ലൈക്ക് സോ എക്സ്പെൻസീവ് ആൻഡ് സോ ലക്ഷൂറിയസ്. ബൊഫെ ആണ്. സോ നമുക്ക് നോക്കാം. ഫുഡ് ജസ്റ്റ് ഓക്കെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഒരു ഷോ കാണാൻ വേണ്ടി കയറി. അവിടെ മൊബൈൽ ഫോൺസ് അലൗഡ് അല്ല. നല്ലൊരു ക്ലാസ് ഡ്രാമ പോലത്തെ ഒരു സംഗതിയായിരുന്നു ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. മെസ്മറൈസിംഗ് എന്ന് പറയാം. ലൈഫിൽ ഒരിക്കലും ഞാൻ മറക്കത്തില്ല, കമല എന്നും പറഞ്ഞിട്ട്. സോ ഫാന്റസിയിൽ വരുന്നവർ ഉറപ്പായിട്ടും ആ ഷോയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് മാത്രമേ വരാവുള്ളൂ കേട്ടോ. സോ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരെക്കും ബൈ.